കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച് നിർത്തിയ ആ ഭാഗങ്ങളോട് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് മുൻപോട്ടൊന്ന് പോകാം. 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ദൈവം എന്നെ സുവിശേഷം പരമേൽപ്പിക്കണമെങ്കിൽ, or if God should approve me and entrust me with the word, ദൈവം എന്നെ ഈ വിലയേറിയ ദൈവവചന വെളിപ്പാടുകൾ പരമേൽപ്പിക്കണമെങ്കിൽ, ശുശ്രൂഷകൾ പരമേൽപ്പിക്കണമെങ്കിൽ, ദൈവം എന്നെ അംഗീകരിക്കണമെങ്കിൽ, അപ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ അല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ. വലിയൊരു പ്രോബ്ലമുള്ളൊരു ഏരിയ. ഞാൻ പറഞ്ഞ സഭയിൽ വരുമ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മളൊക്കെ തീരുമാനം എടുക്കും, കർത്താവിന് വേണ്ടി ജീവൻ നൽകാമെന്ന് വരെ തീരുമാനം. രക്തസാക്ഷിയായിട്ട് വേണോ, എങ്ങനെ വേണം, കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം എന്നൊക്കെ നമ്മൾ തീരുമാനം എടുക്കും. അതാ ഒരു ഇമോഷണൽ മൂവാണ്. അതല്ല സ്തോത്രം. അത് കഴിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് കുടുംബത്തെ ആയിരിക്കും, ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന തൊട്ട്, ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന തൊട്ട്, മക്കളെ സന്തോഷിപ്പിക്കുന്ന തൊട്ട്, അപ്പനെയും അമ്മയെ സന്തോഷിപ്പിക്കുന്ന തൊട്ട്, സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുന്ന തൊട്ട്, കൂട്ടുകാർ, സ്നേഹിതർ, കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ മേളിലുള്ളവർ, കീഴിലുള്ളവർ, അയൽവക്കക്കാർ, അസോസിയേഷൻ, ഇങ്ങനെ അങ്ങോട്ട് പോവാം. അവിടെ എല്ലാം ഹാലല്ലേ ഈ ടെസ്റ്റ് നടക്കുമ്പോൾ അങ്ങനെയല്ല എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. ബട്ട് ഗോഡ് ഷുഡ് ടെസ്റ്റ് അവർ ഹാർട്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാ ടെസ്റ്റ് ചെയ്യേണ്ടത്? ശോധന ചെയ്യേണ്ടത് ആരാ? അംഗീകരിക്കേണ്ടത് ആരാ? കർത്താവിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ്. നിങ്ങൾക്കറിയാമല്ലോ. ആ സീനായ പർവ്വതത്തിൽ നീ ആരാണ് തൊട്ടാൽ നീ മരിക്കും എന്ന് പറഞ്ഞാൽ മരിക്കും. ഇവിടം വീഴാൻ പോയപ്പോൾ തൊട്ട വ്യക്തി എന്ത് ചെയ്തു? അതൊരു നല്ല റീസൺ അല്ലേ? അത് ഒന്ന് വീഴാൻ പോയതിന് എന്ത് ചെയ്തു? ഒന്ന് നേരെയാക്കാൻ പോയതാ. നമ്മൾ ആരും ചെയ്തു പോകത്തില്ലേ. റീസൺ ഒന്നും കർത്താവിന് കേൾക്കണ്ട. തൊടണ്ട എന്ന് പറഞ്ഞാൽ തൊടണ്ട, അടുക്കണ്ട എന്ന് പറഞ്ഞാൽ, ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, ആ ഒരു യഹോവയായ ദൈവം തന്നെയല്ലേ നമ്മൾ ഇന്നും സേവിക്കുന്നത്. പുതിയ നിയമത്തിൽ ഒരൊറ്റ ഗുണമേ ഉള്ളൂ, ഉടനെ മരിക്കുന്നില്ല, ഉടനെ ദഹിച്ചു പോകുന്നില്ല. നല്ല ദൈവത്തിൻ്റെ ആ ഉഗ്ര കോപത്തിൻ്റെ മധ്യത്തിൽ യേശുവിൻ്റെ കൃപ നിൽക്കുന്നു. ഒരു ഫെൻസായിട്ട്, ഒരു താൽക്കാലിക ഫെൻസാണ് കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും വി മിസ്യൂസ് ദ ഗ്രേസ്, അല്ലെങ്കിൽ ആ കൃപയെ നമ്മൾ മുതലെടുക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഇനി കർത്താവിൻ്റെ കോപം അല്ലെങ്കിൽ കർത്താവിൻ്റെ കരം നിനക്ക് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യട്ടെ, വിരോധമായി തീരട്ടെ എന്ന് ദൈവം തന്നെ വെക്കും. നമ്മളത് മനസ്സിലായിക്കോണം. യഹോവയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. പ്രായമായതുകൊണ്ട് ക്ഷീണമായിട്ടൊന്നും ആയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ദൈവദാസൻ സഭ നടത്തിയ കാലങ്ങളിലെല്ലാം നിങ്ങൾ പലരും ആരുമൊക്കെ ഇവിടെ ചിലപ്പം കാണത്തില്ല, അതുപോലെ സ്ട്രിക്റ്റായിരുന്നു. വീട്ടിലും സഭയിലും ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രായം കൊണ്ട് ക്ഷീണം വന്നു, ഡിസിപ്ലിന് മാറ്റം വന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറേയൊക്കെ ക്ഷമിക്കുവാനും അല്ലെങ്കിൽ കുറേയൊക്കെ ആൾക്കാരെ ഉൾക്കൊള്ളുവാനും ഒക്കെ പിന്നെയും പറ്റുന്നുണ്ട്. മനുഷ്യർക്ക് അങ്ങനെ വരും. നാളെ ചിലപ്പം പ്രായം കൊണ്ട് എനിക്കും വന്നേക്കാം. മനുഷ്യനല്ലേ. നമ്മൾ ആ നല്ല കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ചിലപ്പോൾ നമുക്ക് പ്രായമുള്ള സമയത്ത് എന്ത് ചെയ്യാം. പക്ഷേ ദൈവത്തിന് പ്രായമൊന്നും വരത്തില്ല. ദൈവത്തിന് സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. ഹി ഡസൻറ്റ് റിഗ്രറ്റ് ഓഫ് ഹിസ് വർക്ക്സ്. ദൈവം അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാൽ, അങ്ങനെ ഒരു നിയമം സെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അനുദപിക്കത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. അത് ഒരു കാര്യം പറഞ്ഞാൽ അത് ഉവ്വ എന്നും അത്രയേ ഉള്ളൂ. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഹിസ് വേർഡ്സ്, ഹിസ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വഭാവത്തിനോ കർത്താവിൻ്റെ ചിന്താഗതിക്കോ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് യേശുവിൻ്റെ കൃപയുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത്. അപ്പം അന്ന് ഇസ്രായേലിനോട് എങ്ങനെ ഇടപെട്ടോ, അനുസരിക്കാത്തവരെ മത്സരിച്ചവരൊക്കെ എന്ത് ചെയ്തു? ഭൂമി വളർന്ന് മോശയുടെ പെങ്ങളായ മിറിയാം പോലും മത്സരിച്ചപ്പോൾ എന്ത് ചെയ്തു? കുഷ്ഠം വന്നു. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഉടനെ ആക്ഷനാണ്. മോശ കനാൻ കണ്ടില്ല. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഞാൻ അതാ പലപ്പോഴും ഓർക്കുന്നത്. അത് ഓർക്കുമ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഇത്രയും ക്ഷമയോട് 80 വർഷം ശുശ്രൂഷ ചെയ്ത മോശയോട് പറഞ്ഞു, നീ പ്രവേശിക്കത്തില്ല. അത് ഭയങ്കരമായി പോയില്ലേ. ആ ദൈവത്തെയാണ് ഞാനും ഇന്നും നിങ്ങൾ സേവിക്കുന്നത്. അതൊരു ഇച്ചിരി ഭയം വേണം അതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉടനെ അടി കിട്ടാത്തത് യേശു നമുക്ക് വീണ്ടും യേശുവിനാണ് നമ്മൾ പലപ്പോഴും വേദനയായി തീർന്നത്.
എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന കർത്താവ് പലപ്പോഴും എൻ്റെ ജീവിതം നോക്കുമ്പോൾ പിന്നെയും ഇവരിങ്ങനെ ഞാൻ എൻ്റെ എക്സാമ്പിൾ അങ്ങ് പറയാം. അങ്ങനെ കർത്താവിനെ വേണ്ടി ക്രൂശിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ എത്ര ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അവിടെ എഴുതിയേക്കുന്നു, ദൈവം എന്നെ അംഗീകരിക്കുവാൻ ഐ നെവർ പ്ലീസ്ഡ് എനി മാൻ. ഞാൻ ഒരു മനുഷ്യനെയും എന്ത് ചെയ്തില്ല, പ്രസാദിപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ ഇങ്ങനെ സ്റ്റബേണായി ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യരോട് എല്ലാം ഇടപെടണം, സ്നേഹത്തോടുകൂടി ഇടപെടണം. ജാതികളായ വ്യക്തികളെ അവർ ആവശ്യത്തിൽ വേറെ ആരും നിന്നില്ലല്ലോ, ആര് കാണണം അവിടെ? ആ ദേശത്തൊരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ അവിടെ കാണണം. നമ്മുടെ കാര്യമൊക്കെ മാറ്റി വെച്ചേരുന്നേ. ഹല്ലേലൂയ. ആദ്യം ദൈവസ്നേഹം കാണിക്കുവാൻ ദൈവം തരുന്ന എവറി ഓപ്പർച്യൂണിറ്റി അതൊരു ശുശ്രൂഷയാണ്. ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന മാത്രമല്ല ശുശ്രൂഷ, പ്രബോധനം പറയുന്ന മാത്രമല്ല ശുശ്രൂഷ. അതിൽ കൂടാണ് ആ വ്യക്തി യേശുവിൻ്റെ സ്നേഹം അറിയുവാൻ എത്ര നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ. കൂടി ജോലി ചെയ്ത ഒരാൾ, കൂടി താമസിച്ച ഒരാൾ, വേറെ സുവിശേഷമൊന്നും എന്നോട് പറഞ്ഞില്ല, എന്നോട് എൻ്റെ ഒരു ആവശ്യ സമയത്ത് കാണിച്ച ആ സ്നേഹം നിമിത്തമാണ് ആ വ്യക്തിയിൽ അങ്ങനെ ആ വ്യക്തിയെ കാണിക്കുവാൻ തോന്നിച്ച ആത്മാവേതാന്ന് അവരൊന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. സ്തോത്രം. അങ്ങനെയാണ് യേശുവിനെ അറിയുവാനിടയായിത്തീരുന്നത്. യെസ്, താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യം കൂടി വായിച്ചാട്ട്. നിങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിനോ ഭയമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. 2 കാര്യങ്ങൾ. ഞങ്ങൾ ഒന്ന് മനുഷ്യനെ പ്രസാദിപ്പിച്ചിട്ടില്ല, 2 we did not use flattering words or മുഖസ്തുതി. ഭയങ്കരമായിട്ട് ഒരാളെ പുകഴ്ത്തിയാൽ ഉയ്യോ, ആരാണേലും ഒരുപോലെ. വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇങ്ങനെ മാറിയാലേ പറ്റും. സഭയിൽ ഇച്ചിരി കൂടുതൽ തരുന്നവരായിരിക്കും, കുറച്ച് തരുന്നവരായിരിക്കും, വരുന്നവരായിരിക്കും, വരാത്തവരായിരിക്കും, പല കാര്യങ്ങൾ പാസ്റ്ററിന് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ വാങ്ങിച്ചു തന്നവരായിരിക്കും, ചെയ്തവരായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനെ ഒത്തിരി സഹായിച്ചവരായിരിക്കും. യെരൂശലേമിലെ സഭയ്ക്കുള്ള സപ്പോർട്ട് അപ്പോസ്തലനെ കൊടുത്തു വിട്ടവരായിരിക്കും. പൗലോസ് പറയുക, ഹല്ലേലൂയ, ആരാണെങ്കിലും സ്തുതി ആർക്ക് മാത്രമേ ഉള്ളൂ? ആരെയാണ് പുകഴ്ത്തേണ്ടത്? ഒരു മനുഷ്യനെ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കൺവെൻഷൻ സ്റ്റേജസിലൊക്കെ എന്തുവാ ഇരിക്കുന്നത്? ഈ ദേവദാസനെ എഴുന്നേറ്റ് മറ്റേ ദേവദാസനെ പുകഴ്ത്തും, ആ ദേവദാസനെ എഴുന്നേറ്റ് ഈ ദേവദാസനെ പുകഴ്ത്തി 45 മിനിറ്റ് പോകും. അവസാനം 15-20 മിനിറ്റാണ് വചനം സംസാരിക്കാൻ. ബാക്കി മുഴുവൻ പാട്ടിനും പോകും. ഗാനമേള എന്നല്ലല്ലോ, സംഗീത വിരുന്ന്. അല്ല, അതിൻ്റെ വേറെ പദം. നോട്ടീസിൽ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നതും വലുതായിട്ട് വെച്ചിരിക്കുന്നതും അതാണല്ലോ. ഈ സംഗീത വിരുന്നും കഴിഞ്ഞിട്ട് ഈ മുഖസ്തുതിയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ കെട്ടും ചില ആൾക്കാർ ഈ നമ്മൾ ഒത്തിരി ഇങ്ങനെ മുഖസ്തുതി പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോകും. പിന്നെ ശരിക്കും ഒരു ദൈവദാസം വന്നിരുന്ന് വചനം പറയാൻ ശ്രമിച്ചാലും അവിടെ ശോഭിക്കാൻ പറ്റാതെ ആകുന്ന ഒരവസ്ഥ കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പ്ലീസിങ് അതേഴ്സ് ഓർ പ്രൈസിങ് അതേഴ്സ്. മുഖസ്തുതി നമുക്ക് പ്രമോഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വിഷയമല്ല. നമുക്ക് നോ പ്രൈസ് ലോർഡ്, ഒരു മുഖസ്തുതിയും വേണ്ട. ഹല്ലേലൂയ. ഒരു കാര്യം നടക്കാനും മുഖസ്തുതി. അവിടെ എഴുതിയേക്കുക, ദൈവം അപ്രൂവ് ചെയ്യുന്ന ചില പോയിന്റ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അപ്പോസ്തലനെയും ടീമിനെയും ദൈവം അപ്രൂവ് ചെയ്തു എന്ന് തെസ്സലോനിക്ക സഭയോട് പറയുക. ഞങ്ങൾ ആർക്കും ആരുടെ മുഖസ്തുതി 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നോ കവറിങ് ഓഫ് കവച്ചസ്നെസ്, അല്ലെങ്കിൽ ക്ലോക്ക് ഓഫ് കവച്ചസ്നെസ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദ്രവ്യാഗ്രഹത്തിൻ്റെ സ്തോത്രം. അത് കിട്ടും, ഇത് കിട്ടും, കാര്യം നടക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, കാര്യം നടക്കും എന്നൊന്നും പറഞ്ഞ് ഉള്ള ഒരു പ്രോമിസും ഫോൾസ് പ്രോമിസസും വേണ്ട. കാര്യം നടക്കുമോ ഇല്ലയോ എന്നൊന്നും സഹോദരി എനിക്കറിയത്തില്ല. കർത്താവ് നിന്നോട് കരുണ തോന്നിയാൽ, അങ്ങനല്ല എൻ്റെ സത്യം. ഞാനിനി എത്ര നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ അങ്ങ് നടക്കട്ടെ എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ പറയുന്ന പോലെ അന്ന് സാംസൺ പറഞ്ഞല്ലേ കർത്താവനാ, കേട്ടേക്കാം. ദൈവപ്രവൃത്തി നടക്കാൻ രോഗികൾ സൗഖ്യമാവും, ഭൂതങ്ങൾ വിട്ടുപോകും, വിടുതൽ നടക്കും. അതും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗിയും സൗഖ്യമായില്ലെന്നിരിക്കും, എല്ലാ ഭൂതങ്ങളും വിട്ടുപോയില്ലെന്നിരിക്കും. കാര്യം ചിലരെ എന്തു ചെയ്യും, കർത്താവ് പിശാചിനെ കൊണ്ട് അവനെ എന്ത് ചെയ്യുക, ബാധിപ്പിച്ചത്. അപ്പോസ്തലൻ തന്നെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. എന്ത് ചെയ്യട്ടെ, പിശാചിനി നിന്നെ ഹല്ലേലൂയ, അല്ലെങ്കിൽ നിൻ്റെ ദ്രവ്യം നിന്നോടുകൂടി നശിക്കട്ടെ എന്ന് ദൈവദാസൻ പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ. വേറൊന്നുമില്ല, എത്ര പറഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രേരണയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, അവിടെ എല്ലാ ഭൂതങ്ങളൊന്നും പോകത്തുമില്ല, എല്ലാ രോഗമൊന്നും സൗഖ്യമാകത്തില്ല. പക്ഷേ ആ വ്യക്തിക്ക് ഒരുക്കമുണ്ടെങ്കിലും ആ സമയത്ത് ഒരു ദൈവപ്രവൃത്തി നടക്കണം, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിൻ്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ, ആ ഒരു സദസ്സിൽ, ആ ഒരു സാഹചര്യത്തിൽ യേശുവിൻ്റെ നാമം ചിലർ അറിയണം എന്ന് കർത്താവിന് തോന്നിയാൽ കർത്താവ് ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന പോലെ അല്ല കർത്താവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവുണ്ട്. ഹല്ലേലൂയ. ഒരു
കിട്ടും, അത് പ്രാപിക്കും, നിങ്ങൾക്ക് കിട്ടും, ഷുവർ. കേൾക്കാൻ വലിയ സന്തോഷമായി, എനിക്കും ഇഷ്ടമാണ്, കിട്ടുന്ന കാര്യമല്ലേ. എവിടെയെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ പോകത്തില്ലേ നമ്മൾ? എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ടല്ലോ ഇപ്പം വെനസ്ഡേ ഓഫർ പച്ചക്കറിക്കൊക്കെ. ഞങ്ങൾ ഉടനെ പിള്ളേരെ വിടും. അന്ന് വെനസ്ഡേ ഓഫറിൽ എന്തൊക്കെയാണ്, എന്നിട്ട് നമ്മൾ പോയി എന്ത് ചെയ്യും, ആ ഓഫറിലുള്ള ഐറ്റം മാത്രം വാങ്ങിച്ചുകൊണ്ട് വരും. കടക്കാരതല്ല ഉദ്ദേശിക്കുന്നത്. കടക്കാർ ഉദ്ദേശിക്കുന്ന വരുന്ന കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഓഫർ എവിടെ ഉണ്ട്, ഫ്രീ എവിടെ ഉണ്ട്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാങ്ങിച്ചിരിക്കും. ഇവിടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ കിട്ടും കിട്ടും എന്നൊന്നും പറഞ്ഞ് നമുക്ക് ആളിനെ കൂട്ടേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടോ ദൈവമക്കളെ? അങ്ങനെ കൂട്ടാതിരുന്നുകൊണ്ട് ഇവിടെ ആൾ കുറഞ്ഞു പോയെന്നൊന്നും നിങ്ങൾ പരാതി പറയത്തില്ലല്ലോ. നോ, പ്രൈസ്, ആരും പരാതി പറയത്തില്ല. അല്ലേ, സ്തോത്രം. അങ്ങനെയുള്ള നല്ല ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ആ വചനം നല്ലപോലെ മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി സ്തോത്രം. നമുക്കിവിടെ ആൾക്കാരെ ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. അപ്പോസ്തലൻ പറഞ്ഞിട്ടാണ് ഇന്നോട്ട് 7-ാമത്തെ വാക്യം വായിച്ചു. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഡിസിപ്ലിൻ ചെയ്തും നേഴ്സ് ചെയ്തും രണ്ടും കൂടെ ഉള്ളതാണ്. ഈ പോറ്റുന്നതിൻ്റെ അകത്ത് എന്തുണ്ട്? പാല് കൊടുക്കുക, ആഹാരം കൊടുക്കുക, ചോദിക്കുന്ന എല്ലാം കൊടുക്കുന്ന ഒരമ്മയല്ല. സദൃശവാക്യത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അമ്മ, സ്തോത്രം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിക്കപ്പെടുന്ന ഒരമ്മ. ചില അമ്മമാരങ്ങനെ ആയിരിക്കും, ചോദിക്കുന്നൊക്കെ കൊടുക്കും, എങ്ങനെ ഞാൻ കുഞ്ഞിനോട് നോ പറയും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഒരു എക്സാംപ്ലറി അമ്മയുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. നല്ലപോലെ ഡിസിപ്ലിൻ ചെയ്യുന്ന, വചനപ്രകാരം പണിതെടുക്കുന്ന, ആവശ്യമുള്ളത് കൊടുക്കുകയും ചെയ്യും. അതേസമയം ദൈവത്തിൻ്റെ ഭയം അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന അമ്മയ്ക്ക് അറിയാവുന്ന സ്പിരിച്വൽ വാല്യൂസും ആ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട്, ദൈവത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട്, ഉപദേശിക്കേണ്ടത് അതിൽ ഒന്നും മറച്ചു വെക്കാതെ ഉപദേശിക്കുന്ന ഒരു നല്ല അമ്മ. അതുപോലെ ആ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെ അമ്മ ഒരു കുഞ്ഞിനെ പോറ്റുന്ന പോലെ തെസ്സലോനിക്ക സഭയോട് പറയുക, ഞാൻ നിങ്ങളെ എങ്ങനെ പോറ്റി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഞാനും പല മീറ്റിങ്സിനൊക്കെ നേരത്തെ, ഇപ്പോൾ ഒത്തിരി അങ്ങനെ ഇപ്പം അങ്ങനെ അധികം ഓൺലൈൻ മീറ്റിംഗ് ആരും വിളിക്കുന്നുമില്ല. അങ്ങനെ അധികം അങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കോവിഡ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ദൈവദാസന്മാർക്കെല്ലാം നമുക്ക് വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഇപ്പോഴുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശുശ്രൂഷ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ പല മീറ്റിങ്സ് എന്നെയൊക്കെ വിളിച്ച പല ദൈവദാസന്മാരോട് പറഞ്ഞു, അയ്യോ ഇന്നുമായിട്ട് ഒരു മീറ്റിംഗ് ഓൾറെഡി ഉണ്ട് എന്ന് വരെ പറയേണ്ട സമയം വന്നിട്ടുണ്ട്. ഞാൻ ഇവർക്കറിയാം, എൻ്റെ ഒരു മുറി അതിനുവേണ്ടി അങ്ങ് മാറ്റി വെച്ച് ഞാൻ എപ്പോഴും ആ സമയത്തൊന്നും നിങ്ങൾ വൈഫൈയുടെ സ്പീഡ് പോകാതിരിക്കാൻ വൈഫൈ ഉപയോഗിക്കല്ലേ, പിള്ളേർ ശബ്ദം ഉണ്ടാക്കില്ല, വെളിക്കിടന്ന് അലയ്ക്കും, അത് കേൾക്കുമല്ലോ. മുറിക്കകത്ത് തന്നെ ഇരുന്ന് വൈകിട്ട് മിക്കവാറും മീറ്റിങ്സ് ഉണ്ടായിരുന്നു. പല രാജ്യത്തിലെ ആൾക്കാരൊക്കെ അന്ന് സമയത്തൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചു, ഞാൻ പിന്നെ വേറെ ഒന്നിനും നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ സംസാരിച്ച് ഇതിനൊന്നും കൊടുക്കാനും വാങ്ങിക്കാനും ഒന്നും നിൽക്കത്തില്ല. ഞാൻ ആമേൻ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത, അവിടുത്തെ ഒരു വിശ്വാസിയായിരിക്കും വിളിച്ചത്. ആ സ്തോത്രം എല്ലാവരും പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, അങ്ങ് സൈൻ ഔട്ട് ചെയ്യും. അതാണ് പലപ്പോഴും ചെയ്യുന്നത്. സോ അത് പിന്നെ അവരെന്തെങ്കിലും ഓഡിയോ മെസ്സേജൊക്കെ എനിക്ക് ഇടും, എന്നാൽ ഓക്കെ പാസ്റ്റർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അവരെ ആരെങ്കിലും അറിയാമോ? ഇല്ല. ഞാൻ പ്രസംഗിച്ചു, നിങ്ങളുടെ അടുത്ത് പ്രസംഗിക്കുന്ന പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു. ഇപ്പം വെളിയിലൊരു രാജ്യത്തിലെ ഒരാളാ വിളിച്ച് യൂറോപ്പ് സ്റ്റേറ്റ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ട് ഞാനൊന്നും മറച്ചു വെച്ചില്ല. എനിക്കൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവരെ അറിയത്തില്ല. എനിക്ക് അവിടുത്തെ ഒരു വിശ്വാസിയോ ചിലപ്പോൾ ദൈവദാസനെ ആയിരിക്കും അറിയുന്നത്. ഞാൻ പ്രസംഗിച്ചെന്ന് പറഞ്ഞ് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ അവരെ പണിതെടുത്തു? നോ. അപ്പോസ്തലൻ പറയുക, ഐ ഡിഡ് നോട്ട് ജസ്റ്റ് പ്രീച്ച് ടു യു. പ്രസംഗിക്കാൻ എളുപ്പമാണ്, സത്യമായിരുന്നു, എളുപ്പമായിരുന്നു. 45 മിനിറ്റ് എനിക്ക് തന്നെങ്കിൽ 45 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. 1 മണിക്കൂർ എനിക്ക് തന്നെങ്കിൽ 1 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. ഗൂഗിൾ മീറ്റോ സൂമോ ഞാൻ അതിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്ത് ഞാനിങ്ങനെ ഇറങ്ങി. അപ്പോഴാണ് ഞാനൊന്ന് ഫ്രീ ആയി പിള്ളേരോടൊക്കെ പറഞ്ഞ് ഇനി ശബ്ദമൊക്കെ ഉണ്ടാക്കിയോ എന്നൊക്കെ പറഞ്ഞ് ഞാനപ്പോഴത്തേക്ക് മോഹമൊക്കെ കഴി പ്രാർത്ഥിച്ച് ഞാൻ ഡിന്നർ കഴിക്കാൻ പോകും. അത്രയേ ഉള്ളായിരുന്നു എൻ്റെ പ്രസംഗം. പക്ഷേ എനിക്കവരെ അറിയത്തില്ല, ഞാൻ അവർക്ക് വേണ്ടി ഒരു വില കൊടുത്തില്ല. അവരുടെ ആവശ്യ സമയത്തോ കഷ്ടതയുടെ സമയത്തോ ഞാനവിടെ ഇല്ല. ഞാൻ അവരുടെ അടുത്ത് എനിക്കവർ ആരാന്ന് അറിയത്തില്ല. കുറേ പേര് ക്യാമറ ഓൺ ചെയ്യും, കുറേ പേരുടെ എല്ലാം പ്രൊഫൈൽ പിക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കുറേ പേര് വന്നു, കുറേ പേര് പോയി. പിന്നെ ദേവദാസന്മാരൊക്കെ ആദ്യം പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എത്ര പേരുണ്ടെന്നൊക്കെ എന്നറിയാൻ ഇങ്ങനെ ഒന്ന് സ്ക്രോളൊക്കെ ചെയ്തൊന്ന് നോക്കും. സാധാരണ എത്ര പേരുണ്ടെന്നൊന്ന് അറിയാൻ. ചിലരിൻ്റെ ഇടയിൽ കയറുന്ന ജോയിൻ്റിൽ നിന്ന് പോകുന്നത് കാണാം, ഇറങ്ങി പോകുന്നത് കാണാം. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കും. ഞാൻ പൊതുവേ അതിൽ ഡിസ്റ്റർബ്ഡ് ആകാതിരിക്കാൻ എൻ്റെ തന്നെ വീഡിയോ എടുത്ത് ഞാനങ്ങ് വലുതാക്കി വെച്ചിട്ട് ഞാനങ്ങ് പ്രസംഗിക്കാൻ. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മെയിൻ പാസ്റ്റർ തന്നെ അവിടെ നിന്ന് വീട്ടുകാരെ
കാണിക്കുന്നതും പിള്ളേരോട് കളിക്കുന്നതൊക്കെ ചിലപ്പം കണ്ട് നമ്മൾ ദേഷ്യം വരും, എരിവ് വരും, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കവരെ അറിയത്തില്ല, പ്രസംഗിച്ചു എന്ന് വിചാരിച്ച് ഒന്നും ആയില്ല. ഇവിടെ അപ്പോസ്തലൻ പറയുക, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുക മാത്രമല്ല, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പണിതെടുക്കുന്നതിൻ്റെ അകത്തെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ. അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഡി നോട്ട് ജസ്റ്റ് പ്രീച്ച് ടു യു, എൻ്റെ ജീവൻ നിങ്ങൾക്ക് നൽകാനോട് ഐ വാസ് റെഡി. അത്രയ്ക്ക് ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ നിങ്ങളുടെ എല്ലാ കഷ്ടതയിലും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും നിങ്ങളുടെ കൂടെ. സ്തോത്രം. നിങ്ങളുടെ സാത്താൻ നിങ്ങളോട് പോരാടുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ആത്മാവിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ, ആ അറ്റാക്കൊക്കെ ഏറ്റെടുക്കുവാൻ ആരൻ സഹായിച്ചു? അതിനുള്ള മനസ്സാര് തന്നു? അതിന് മനസ്സ് വേണം ദൈവമക്കളെ. സെൽഫിഷ്നെസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. പാസ്റ്റർമാരാണേലും അങ്ങനെയല്ലേ ഇന്നത്തെ കാലത്ത്. അവരോരോ കാര്യം, അവരോരോ സേഫ് സൈഡും അവരോരോ ഭാര്യയും മക്കളും പ്രസ്ഥാനവും ഒക്കെ നോക്കി അംഗീകരിക്കുക. ഇവിടെ എഴുതിയേക്കുന്നത് എൻ്റെ ജീവൻ നിങ്ങൾക്ക് നൽകാൻ. വെറുതെ പറഞ്ഞതൊന്നും ഇവിടെ, ഇത് മുഖസ്തുതിയാണോ? ഇസ് ദിസ് ഫ്ലാറ്ററിങ് വേർഡ്സ്? അല്ല. ഇത് അപ്പോസ്തലൻ പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ് അംഗീകരിച്ചു, അങ്ങനെ ആ ബൈബിളിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഹല്ലേലൂയ ഇവിടെ എഴുതിയിരിക്കുക 7-ാമത്തെ വാക്യത്തിൽ, വെറുതെ ഹല്ലേലൂയ പ്രസംഗിക്കാനല്ല, വെറുതെ പക്ഷെ ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ പണിതെടുക്കുന്ന പോലെ ഇല്ലേ? സ്തോത്രം. എന്തോ പാലും ആഹാരമൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റ് പല്ല്, ഒരു അമ്മയുടെ പാട് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അമ്മമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പല്ല് പറിക്കേണ്ട സമയത്ത് കറക്റ്റ് പല്ല് പറിച്ചില്ലെങ്കിൽ, ആദ്യം വരുന്ന സെറ്റ് പല്ല് പറിച്ചില്ലെങ്കിൽ എന്തോ പല്ല, കോമ്പൽ എന്ന് പറയും, മുടന്തമ്പൽ എന്ന് പറയും, എന്തൊക്കെ മുടമ്പൽ എന്ന് പറയും. പല ദേശത്ത് പലതും പറയും. എന്തുമായാലും അപ്പുറത്തോട്ട് വേറൊരു പല്ലൂടെ അങ്ങോട്ട് തൊപ്പി വെച്ച പോലെ എൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കും. അത് പിന്നോട്ട് നേരെയാക്കാൻ, പഴയത് പിന്നെ പറിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ സമയത്തിന് അത് പറിക്കണം. ഞാൻ പറഞ്ഞത് പറിക്കേണ്ടതൊക്കെ കറക്റ്റ് സമയത്ത് പറിക്കണം, പണിയേണ്ടടുത്തൊക്കെ പണിയണം, അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണം. ചിലപ്പം ഒരു നേരം നിനക്കിന്ന് ഭക്ഷണമില്ല, നീ എന്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയേണ്ട സമയത്ത് എന്ത് ചെയ്യണം? നിനക്ക് ചോദിക്കുന്നതെല്ലാം കിട്ടിയിട്ട്, അധികം കിട്ടിയിട്ടല്ല നിനക്ക് ഈ അഹങ്കാരം എന്ന് അതെല്ലാം. പണിതെടുക്കുക എന്ന് പറഞ്ഞാൽ അതാ ഇല്ലേ? അപ്പോസ്തലപ്രവൃത്തിയിലൊക്കെ എഴുതിയിരിക്കുന്നത് എന്തുവാ? കൃപയുടെ വചനത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? പണിതെടുക്കും. അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. ആക്ട്സ് ചാപ്റ്റർ 20:32. അപ്പോസ്തലപ്രവൃത്തി 20:32. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞാൻ എന്തെങ്കിലും വചനം നിങ്ങളോട് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ഒന്ന്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുവാൻ. അത് കിട്ടും, ഇത് കിട്ടും, ലോകത്തിൽ കിട്ടും, പ്രാർത്ഥിക്കുന്ന കിട്ടും, പിടിച്ചു വെച്ച് ഈ സൈസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒന്ന്, നിങ്ങൾക്ക് ആത്മീയ വർധന വരുവാൻ. പിന്നെ സകല വിശുദ്ധന്മാരോടും കൂടി അവകാശം തരുവാൻ. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് സന്തോഷം വന്നാൽ പോരാ, കാഹളം ഊതുമ്പോൾ വിശുദ്ധന്മാരെല്ലാം മധ്യാകാശത്തിൽ കർത്താവിനോട് കൂടി കൂടുന്ന ആ കൂട്ടത്തിൽ ആര് കാണണം? യു ഷുഡ് ഓൾസോ ബി ദേ. ഓ, അത് ഭയങ്കര ഡെപ്തല്ലേ. അവിടെ വിശുദ്ധന്മാരുടെ കൂടെ, അപ്പോസ്തലന്മാരുടെ കൂടെ നിങ്ങളും കാണണം. എന്തോ വിശുദ്ധിയിൽ ഒരു മണവാട്ടിയായി തീരുവാൻ, കാഹളം ഊതുമ്പോൾ ഒന്നാം പുനർദാനത്തിൽ തന്നെ എടുക്കപ്പെടുവാൻ, അതിനുവേണ്ടി നിങ്ങളെ പണിതെടുക്കുന്ന കൃപയുടെ വചനം ഇല്ലേ? അതിന് നിങ്ങളെ കഴിയുന്ന പണിതെടുക്കുന്ന കൃപയുടെ വചനം. പഴയ നിയമത്തിലെ വചനമാണെങ്കിൽ അതിനകത്ത് ഒരു ദാക്ഷിണ്യവുമില്ലാത്ത വെട്ടി മുറിച്ച് രണ്ടാക്കുന്ന വചനമാണ്. പുതിയ നിയമത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ആ വചനത്തിന് എന്തുകൊണ്ടുണ്ട് കൂടത്തിൽ? നീ തൊട്ടാൽ നീ മരിക്കും എന്നല്ല, നിന്നെ കൊണ്ടത് കഴിയും ഇല്ലേ? ഈ കൃപയുടെ വചനം അങ്ങനെ ഒരു എൻകറേജ്മെൻ്റ് കൂടെ അതുണ്ട് ഇല്ലേ? എന്നെക്കൊണ്ടത് കഴിയുമോ? അത്രയും വിശുദ്ധിയിൽ ജീവിക്കുവാൻ, സ്വർഗത്തിൽ പോകുവാൻ എന്നെക്കൊണ്ട് കഴിയുമോ? ശുശ്രൂഷ ചെയ്യുവാൻ എന്നെക്കൊണ്ട് കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേർഡ് ഓഫ് ഗ്രേസ് അവിടെ എഴുതിയിരിക്കുന്നത് ഈ കൃപ, ഈ ഗ്രേസാണ് ഇന്ന് ആൾക്കാർ മുതലാക്കുന്നത്. ഈ ഗ്രേസാണ് ഇന്ന് വളരെ റോങ് ടീച്ചിങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കൃപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ദൈവമക്കളെ. നിന്നെ എൻകറേജ് ചെയ്യുന്ന വചനം. എന്തിനെ എൻകറേജ് ചെയ്യുക? സകല വിശുദ്ധന്മാരുടെ കൂടും നീയും അന്ന് അവിടെ കാണുന്ന മധ്യാകാശത്തിൽ. അല്ലേ? അപ്പോൾ നിന്നെ കർത്താവിൻ്റെ മണവാട്ടിയാക്കി തീർക്കുന്നത്, നിന്നെ യേശുവിനെ പോലാക്കി തീർക്കുന്നത് ആ കൃപയുടെ വചനത്തിലാണ് നമ്മൾ ഇത്രത്തോളം ആയത്. പഴയ നിയമത്തിലാണ് ചിലപ്പം ഞാനാണെങ്കിലും അത്യാവശ്യമൊക്കെ സ്റ്റബാണ്, ഞാൻ ഇട്ടിട്ട് പോയനെ, എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു, എനിക്കിത് വേണ്ട, ഈ സ്വർഗമൊക്കെ പറ്റത്തില്ല, പാടാ കനാനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോയനെ ചിലപ്പം.
പക്ഷേ ഈ കൃപയുടെ വചനം ഉള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ എന്ത് ചെയ്തത് ഇന്നും നിലനിൽക്കുന്ന. പ്രൈസ് ലോർഡ്. നമ്മളെ പണിതെടുക്കുന്ന കൃപയുടെ വചനം, ദ വേർഡ് ഓഫ് ഗ്രേസ് വിച്ച് വിൽ ബിൽഡ് യു അപ്പ് എന്ന ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. അല്ലല്ലേ, നമ്മളെ പണിതെടുക്കുന്ന കൃപ. ഇതാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ നിങ്ങളെ പാലിന് വെറുതെ പ്രസംഗിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവൻ. ഈ 32 തൊട്ട് മേലത്തെ വാക്യം കൊടുത്ത് വായിച്ച വേഴ്സ് 31 അപ്പോസ്തല പ്രവൃത്തി. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സമൻസിന് രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളും. അപ്പോൾ ഇതൊരു കൗൺസിലിംഗ് ആയിരുന്നു അല്ലേ, ജനറൽ പ്രീച്ചിങ് മാത്രമല്ല. ഓരോ എഫെസോ സഭയോട് പറയുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞു തന്നത്. അത് ഡിഫറെൻ്റ് ആലോചന അല്ലേ, വ്യക്തിപരമായ ഒരു ആലോചന. സഹോദര, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കണം. ഈ ഏരിയകളിലൊക്കെ ഒരു മാറ്റം വേണം. ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിലുള്ള ഒരു കൗൺസിലിംഗ് അതില്ലേ. അത് ലോകത്തിലെ കൗൺസിലിംഗ് ഒന്നും പഠിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെയാണെന്നറിയാം, എന്തൊക്കെ ടെർമിനോളജീസ് ആണെന്നറിയാം. 2 കോഴ്സ് ഞാൻ ചെയ്തു. എന്തൊക്കെയോ രണ്ടാമത്തെ ആ കോഴ്സ് വന്ന ഒരു അഡ്വാൻസ് കോഴ്സ് ആയപ്പോഴത്തേക്ക്, അതിൻ്റെ ഒരു PG ആയപ്പോഴത്തേക്ക് എന്തൊക്കെയോ ആകെപ്പാട്. ഞാൻ പിന്നെ അത് കിട്ടണമല്ലോ, നമ്മൾ ഈ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആരും വന്ന് പോലീസ് വ്യാജ കൗൺസിലിംഗ് സെൻറ്റർ നടത്തിയെന്ന് നമ്മളെപ്പറ്റി പറയില്ലല്ലോ എന്ന് വിചാരിച്ച് പഠിച്ച് തീർത്തു. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അതിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്, രജിസ്റ്ററിൻ്റെ അത്. അതിനുവേണ്ടി മാത്രം ഇടയ്ക്ക് ഒരു ചെക്കിങ് വന്നാൽ, കാര്യം സ്റ്റേഷനിൽ പൊതുവെ പറഞ്ഞിട്ടുണ്ട് ഓരോ കൗൺസിലിംഗ് സെഷനും റെക്കോർഡ് ചെയ്യണം, അവർ ആധാർ കാർഡ് നമ്പർ വാങ്ങിക്കണം, ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതുപോലെ നിയമപ്രകാരം ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ആദ്യം ഒരെണ്ണം പഠിച്ചു. അത് ഇനി എത്രത്തോളം അത് ഒരു വാലിഡ് ഗവൺമെൻറ് മുമ്പിൽ എന്ന് വിചാരിച്ചാണ് ഒരെണ്ണം കൂടി പഠിച്ചത്. പക്ഷേ ഞാൻ പറയാൻ വന്ന വേറെ ഒന്നുമല്ല, അവരുടെ കൗൺസിലിംഗ് നിയമപ്രകാരം നമുക്ക് ആർക്കും പ്രശ്നം വരുന്നൊന്നും പറയാൻ പാടില്ല. അവർ മുഖത്തോട്ട് നോക്കി, കണ്ണിലോട്ട് നോക്കി സംസാരിക്കാൻ പാടില്ല. ഓപ്പോസിറ്റ് ഇരിക്കാതെ ഇച്ചിരി ചരിഞ്ഞിരിക്കണം. ഒരു രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒന്നും പറയില്ല, മതം പറയുകയേ ചെയ്യില്ല. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയാണ് കൗൺസിലിംഗ് നിയമങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ സയൻസ് അങ്ങനെയാണ്. എന്നിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ സിറ്റിങ്സ് ആഫ്റ്റർ സിറ്റിങ്സ് ഇങ്ങനെ ഇരുന്ന് എന്തോ നടക്കാനാണ്. അവർ ദൈവസന്ധിയിൽ സമർപ്പിക്കാതെ എന്തോ നടക്കാൻ. ഞാൻ വല്ല മോട്ടിവേഷനായിട്ട് പറഞ്ഞാൽ വല്ല ജീവിതത്തിൽ രൂപാന്തരം വരുമോ? ഒരാൾ പിശാചിൻ്റെ പിടിയിലായെങ്കിൽ അവൻ ആ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മാറാതെ ഒരിക്കലും വെളിച്ചം അവൻ്റെ ഉള്ളിൽ വരത്തില്ല, അവന് സുബോധം വരത്തില്ല. അവന് എന്താ പ്രശ്നം? അവന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ പോരല്ലോ, അവനോട് തോന്നണ്ടേ ഇനി എൻ്റെ ജീവിതത്തിൽ വന്ന ആ ബന്ധനം വീണ്ടും വരാതിരിക്കാൻ. പ്രൈസ് ലോർഡ്. അപ്പം ശരിക്കുള്ള കൗൺസിലിംഗ് എന്തുവാ? ആ ടാറ്റിക്സ് ഒന്നും എടുത്താൽ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ ഇവിടെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കൃപ, ആ കൃപയുടെ വചനത്താൽ നിങ്ങളെ പണിതെടുക്കുവാൻ, ദ വേർഡ് ഓഫ് ഗ്രേസ്, കർത്താവിൻ്റെ സന്ധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. അപ്പം അതിനുവേണ്ടി രാപ്പകൽ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന 3 വർഷം രാപ്പകൽ വെറുതെ ഉള്ളതൊന്നും എഴുതത്തില്ല, സത്യം മാത്രമേ ബൈബിൾ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീർ വാർത്ത് കരഞ്ഞ് ദൈവമക്കളെ, ഒരാളൊന്ന് ദൈവസന്ധിയിൽ വരുവാൻ ഒത്തിരി കരയണം അല്ലേ. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഈ പുതിയതായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊക്കെ കൂടി വരുന്ന ഈ നല്ല ആൾക്കാരെ ആരെയും കർത്താവെ ഒന്ന് അയക്കത്തില്ലേ? ഈ കേസ് കെട്ടിൻ്റെ മേൽ കേസ് മേൽ പ്രശ്നങ്ങൾ. നിങ്ങൾ വിശ്വാസികളെ പറ്റിയല്ല പറയുന്നത്. ഇവിടെ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുന്ന അല്ലെ പുതിയ ലീഡ്സ് കർത്താവ് തരുന്ന ഓരോ ആൾക്കാരും, ഞാൻ പലപ്പോഴും മറ്റുള്ള സഭകളിലൊക്കെ എത്ര നല്ല ആൾക്കാർ മുൻപോട്ട് പുതിയതായിട്ട് വരുമ്പോഴേ, ഇവിടെ പലപ്പോഴും പണ്ട് തൊട്ട് കർത്താവ് തരുന്ന, നമുക്കങ്ങനെ പറയാൻ പാടില്ല. കാരണം എങ്ങനെ, നമ്മളും ഇതുപോലൊരു കാലത്ത് ആയിരുന്നു ഇല്ലേ. കർത്താവ് സ്നേഹിച്ചു, നമുക്ക് സുബോധം വന്നു. അതിൻ്റെ പ്രത്യേകത എന്തുവാണ്? ആൾക്കാർക്ക് പലപ്പോഴും സുബോധം വരുന്നില്ല. നമുക്കൊരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് എന്തുണ്ടായി? കർത്താവ് ഇടപെട്ടു, സുബോധം വന്നു, നമ്മൾ മാറി ദൈവസന്ധിയിലായിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ നിങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായി. നേരത്തെ പ്രിയരായിരുന്നോ? അല്ലായിരുന്നു. നേരത്തെ അവർ സ്തോത്രം പുറത്തുള്ളവരാണ്, ജാതികളായിരുന്നു, അന്യാരാധനയിലുള്ളവരായിരുന്നു. ദൈവസന്നിധി ഞാനിപ്പോൾ പറഞ്ഞില്ല, നേരത്തെ പലവിധ പ്രശ്നത്തിലും പലവിധ കേസുകെട്ടിലും ഒക്കെ ആയിരുന്ന, പലവിധ പ്രോബ്ലംസ് മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള ലോകം പോലും അല്ലെങ്കിൽ അയ്യോ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള അനുഭവത്തിലായിരുന്നവർ ഇപ്പോഴാരായെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഞങ്ങൾക്കിപ്പം പ്രിയരാ. കാര്യം നമ്മളിപ്പോൾ ഒരപ്പൻ്റെ മക്കളാണ്. ഒരു രക്തത്താൽ കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു.
വിതൗട്ട് എനി ഇൻഡിഫറൻസസ്, ഒരു വ്യത്യാസങ്ങളുമില്ലാതെ, ഏത് ഭാഷക്കാരാണെന്നോ ഏത് രാജ്യക്കാരാണെന്നോ ഏത് അവസ്ഥയിലായിരുന്നുള്ളവരാണെന്നോ ഒന്നും കർത്താവ് നോക്കാം. നമ്മളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ഒരുപോലെ ദൈവിക ജ്ഞാനത്താൽ നിറച്ച്, ദൈവിക പരിജ്ഞാനത്താൽ നിറച്ച്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഉള്ളിലുള്ള അതേ ആത്മാവിനാൽ നമ്മളെ നിറച്ച്, ഇല്ലേ? സ്തോത്രം. ഒരുപോലാക്കി. ഇപ്പം ഞങ്ങൾക്കാരാ? പ്രിയരാ. നേരത്തെ അങ്ങനല്ല. യു ആർ ഡിയർ ടു അസ്. ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും ഈ ഒരു സ്നേഹം നമ്മുടെ സഭയിലും വർദ്ധിച്ചു വരുവാൻ, പ്രൈസ് ദി ലോർഡ്, ഈ ഒരു സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനിടയായി ഞങ്ങൾക്ക് ആരാണിപ്പം? പ്രിയരാണ് എന്ന് മറന്നു പോകട്ടെ. പ്രിയരായിട്ടുള്ളവർ. യെസ്. ഇനി എൻ്റെ 9ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത് രാപകൽ ഞങ്ങൾ വേല ചെയ്തുകൊണ്ട് സുവിശേഷം നിങ്ങളോട് പ്രസംഗിച്ചു. എഫെസോസിൽ നമ്മൾ വായിച്ചപ്പോഴത്തേക്ക് 3 വർഷം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്ത് ചെയ്തു? കണ്ണുനീർ വാർത്ത നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ എഴുതിയിരിക്കുന്നു രാപകൽ ഞങ്ങൾ വേല ചെയ്തുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. ഇത് സുവിശേഷ വേല മാത്രമല്ല, നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അപ്പോസ്തലപ്രവൃത്തിയിലും ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ 2 തെസ്സലോനിക്കയിലൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരാതെ എന്ത് ചെയ്തു? ഞങ്ങൾ തന്നെ ജോലി ചെയ്ത് നിങ്ങൾക്കൊരു ലോഡും വരാതെ, കാര്യം നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ. ആ ഒരു അവസ്ഥയിലല്ലായിരുന്നു തെസ്സലോനിക്ക ദേശത്ത് ആദ്യം വന്നപ്പോൾ. അവരതുപോലുള്ള ആ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക അവസ്ഥയും ദൈവദാസനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മൂഡിലും അല്ലായിരുന്നു അവർ, അതിനുള്ള അവസ്ഥയിലും അല്ലായിരുന്നു. പിന്നെ അവർ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ആ സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് വരാൻ, അവരുടെ കൂടെ താമസിച്ച് അവർ ആഹാരവും കഴിച്ച് അവരുടെ ചെലവിലായി തീരുവാൻ ആഗ്രഹിക്കാതെ ഇവിടെ എഴുതിയേക്കുന്നു രാപകൽ ഞങ്ങൾ 2 തെസ്സലോനിക്കയിൽ എഴുതിയിട്ടുണ്ട് ഏത് വേലയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് വായിച്ച 2 തെസ്സലോനിക്കർ. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ വായിപ്പിക്കുന്നത് ടു ബി ഷുവർ, ഡൗട്ടുകളൊന്നും വരില്ലല്ലോ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 8 തൊട്ട് താഴോട്ട് 12 വരെ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കും. നമ്മൾ ഇനിയും പഠിക്കേണ്ടതാ. 2 തെസ്സലോനിക്കൻസ് 3:8-12 വായിച്ചു. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. ഞങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ ചെലവ് എന്ത് ചെയ്യണം? നിങ്ങൾ മീറ്റ് ചെയ്യണം എന്ന് തെസ്സലോനിക്ക ദേശത്തെ ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ദൈവമക്കളോടും ആ ചെറിയ കൂട്ടത്തോടും അന്നുണ്ടായിരുന്ന ചെറിയ കൂട്ടത്തോടൊക്കെ പറയുവാൻ കർത്താവിൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ അപ്പോസ്തലൻ യെരൂശലേമിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൽ കിടക്കുന്ന അപ്പോസ്തലൻ കപ്പൽ യാത്ര ചെയ്ത് ഈ ദേശത്ത് വന്ന് ഇവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ശുശ്രൂഷിക്കുമ്പോൾ തൻ്റെ ചെലവ് മീറ്റ് ചെയ്യുവാൻ അവരോട് പറയുവാനുള്ള എന്തുണ്ട്? അധികാരമുണ്ട്. പക്ഷേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക. നിങ്ങൾ നേരത്തെ വായിച്ചല്ലോ ആ വാക്യ തുടക്കത്തിൽ അവിടെ എഴുതിയേക്കുന്നത് രാപകൽ എന്ത് ചെയ്തു? അധ്വാനിച്ചു, വേല ചെയ്തു, ജോലി ചെയ്തു, നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു ഭാരമാകാതിരിപ്പാൻ. അപ്പോൾ അറിയാമല്ലോ ആ വേല സുവിശേഷ വേലയല്ല, സുവിശേഷ വേലയുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു ഭാരമായി തീരാതിരിപ്പാൻ ഞങ്ങൾ രാപകൽ വേല ചെയ്തു എന്ന് പറയുമ്പോൾ അറിയത്തില്ലേ? തൻ്റെ ചെലവ് താൻ തന്നെ ആ ദേശത്തുള്ള ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും തൻ്റെ ഓഫീസ്, തൻ്റെ നേരത്തെ ജോലി ചെയ്ത ഡെസിഗ്നേഷൻ അനുസരിച്ച് ഇവിടെ ഒന്ന് വേല ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഡെയിലി വേജസ്, അതെന്ത് പണിയും അവിടെ കൊട്ട നെയ്യുന്നോ, അവരവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നോ കിളയ്ക്കുന്നോ, ആ സമയത്ത് ഒരു കൃഷിയുടെ സീസൺ, അവരുടെ കൂട്ടത്തിൽ പോയി സാധാരണ ജോലിക്കാരുടെ പൗലോസ്. അപ്പോൾ ഈ വലിയ പൗലോസ് എന്ത് ചെയ്തു? താൻ ഇതുവല്ലതും ചെയ്ത് ശീലിച്ചിട്ടുണ്ടോ? കൂന്താലിയോ ടൂൾസോ വല്ലതും എടുത്ത് താൻ ഉളിയോ വല്ലതും എടുത്ത് താൻ ശീലിച്ചിട്ടുണ്ടോ? ഇല്ല. കരണ്ടിയും മേസ്ത്രി ഒന്നും താൻ ഇങ്ങനത്തെ പണികളൊന്നും താൻ എന്ത് ചെയ്തിട്ടില്ല. ഭാരം പോലും പൊക്കാൻ തനിക്ക് ശരീരത്തിന് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ ബൈബിളിൽ കാണുന്നത്. പക്ഷെ സാധാരണ വേല താൻ ചെയ്ത് നിങ്ങൾക്കൊരു ഭാരം. 12 വരെ ഒന്ന് വായിച്ചേ. ഈ താൻ ആ എക്സാമ്പിൾ പറഞ്ഞിട്ട് അത്യാവശ്യം മടിയന്മാർ ഈ തെസ്സലോനിക്ക ദേശത്തുണ്ട്, ഇല്ലേ? ക്രേത്തി ദേശം പോലെ തന്നെ വേല ചെയ്യാത്തവൻ എന്ത് ചെയ്യല്ല? പണിയെടുക്കാത്തവൻ തിന്നണ്ട. അവിടെ വെച്ച് ഉള്ളപ്പോഴും ക്ലാസ് എടുത്തതാ, വീണ്ടും ഒന്നുകൂടെ ലേഖനത്തിൽ കൂടും പറയുക. അവിടെ അത്യാവശ്യം മടിയന്മാരുള്ള ഒരു ദേശമായില്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരമാരെ നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കും. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ. വേല ചെയ്തില്ലേ ഒത്തിരി സമയമാണ്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും, പല കാര്യങ്ങൾ ചെയ്ത്
ഒരു ദൈവനാമം ദുഷിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് പോകാതെ ഇങ്ങനെയുള്ളവരോട്, തെസ്സലോനിക്ക ദേശത്ത് ഇങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും എടുത്തെഴുതുവാൻ, കാരണം നിങ്ങളുടെ മധ്യത്തിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേഖനത്തിൽ വീണ്ടും എടുത്തെഴുതുക. നിങ്ങൾ വേല ചെയ്ത് ഓരോ ദിവസവും നിങ്ങളുടെ കാര്യങ്ങൾ, അപ്പം ടു ബി ഹാർഡ് വർക്കിംഗ് ഇല്ലേ, അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിന് വളരെ ഗുണം ചെയ്യും ഇല്ലേ. യെസ്, ടു ബി ഹാർഡ് വർക്കിംഗ്. ഒരു മിനിറ്റ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. അതുകൊണ്ട് എൻഗേജ് യുവർ സെൽഫ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ജോലികൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം? 24 hours എൻഗേജ് ചെയ്യണം, അല്ലല്ലേ? അപ്പോൾ ആവശ്യമില്ലാത്ത പാപം നമ്മുടെ ഉള്ളിൽ കയറാനോ വളരുവാനോ ഒന്നും അതിനുള്ള. അതുകൊണ്ട് എത്ര വ്യക്തമായിട്ട് ഒരു ഇത്ര 8 തൊട്ട് 12 വാക്യം വരെ അത് തന്നെ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞാണ് ആ 2ാമത്തെ ലേഖനം അവസാനിപ്പിക്കുന്നതിൻ്റെ. അല്ലാത്തവൻ ആഹാരം കഴിക്കല്ല, നല്ലപോലെ അധ്വാനിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പൗലോസ് അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മധ്യത്തിൽ ഞാനായിരുന്നപ്പോൾ ഞാൻ എങ്ങനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇച്ചിരി പാടുള്ള കാര്യമാണ്. രാവിലെ മുഴുവനും ജോലിയും ചെയ്ത് വൈകിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ പാടുള്ള കാര്യമാണോ? ആണോ? ഇച്ചിരി പാടുള്ള കാര്യമാണ്. ഞാനങ്ങനെ അധികം നാൾ ചെയ്തിട്ടില്ല, കുറച്ച് നാൾ 3 വർഷം അങ്ങനെ ജോലി ചെയ്തുകൊണ്ടൊക്കെ പിന്നെ കർത്താവിൻ്റെ ഞാൻ പലപ്പോഴും പിന്നെ ലീവ് എടുത്തുകൊണ്ടൊക്കെ ടീം വർക്കൊക്കെ വരുമ്പോൾ ലീവ് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെയൊക്കെ ഒത്തിരി ലീവൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവസാനം 3 വർഷം കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്ത് പിന്നെ പൂർണ്ണസമയം കർത്താവിൻ്റെ. പക്ഷേ പപ്പ ഒരു 10-20 വർഷം ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തത് എനിക്കറിയാം. സഭയുടെ പാസ്റ്റർ പല സഭകളുണ്ട്. പക്ഷേ അത് ഞാൻ ഓർക്കുന്നു, 6 മണിക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ഈ ഇതുപോലെ നമ്മുടെ റിലേ റേസ് ഉണ്ടല്ലോ, ഇങ്ങനെ ബാറ്റൻ കൊണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു, അടുത്ത ആൾ ഓടുന്നു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കും. പപ്പയുടെയും ഉടുപ്പൊക്കെ തേച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. പപ്പ വന്ന് കുളിച്ച് ഒരുങ്ങി വണ്ടിക്കകത്ത് കയറി. അപ്പോഴേ ലേറ്റായി, 6:30 മീറ്റിംഗ്. ആ വണ്ടിയും അതനുസരിച്ചുള്ള വണ്ടിയാണ് പറന്ന് റോട്ടിലുള്ളവർക്ക് മാറി നിന്നോ അല്ലെങ്കിൽ തെറിച്ച് പോകും എന്നുള്ള രീതിയിലാണ് അവിടെ കൊണ്ട്. കാര്യം ഒരാളോട് ലേറ്റായി സോറി പറയുന്നതും പപ്പയ്ക്ക് ഇഷ്ടമല്ല. ആ ടൈമിൻ്റെ ഉള്ളിൽ അവിടെ എങ്ങനെയൊക്കെയോ എത്തിക്കും വണ്ടി, എത്തിച്ച് മീറ്റിംഗ് തുടങ്ങും. പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറി വരുന്നത് ഞങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്താലായി, ചെയ്തില്ല. അതിൻ്റെ അകത്ത് ഇനി എക്സാമാ, യൂണിവേഴ്സിറ്റി എക്സാമാ, +2 ഇന്നേ വരെ ഓരോ എക്സാമിൻ്റെ തലേ ദിവസവും ഞാനും ചെയ്തിട്ടില്ല, എൻ്റെ മക്കളും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അന്ന് തലേ ദിവസം മീറ്റിംഗ് കൊണ്ടുവരും, ഞങ്ങൾ പോവും, മീറ്റിംഗ് കഴിഞ്ഞ് ലേറ്റായിട്ട് വരും. ആ പഠിച്ചതൊക്കെ മതി, അങ്ങനെയൊന്നും ആരും പൊട്ടത്തുമില്ല തോക്കത്തുമില്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മതി, കാര്യം കർത്താവല്ലേ കൃപ തരേണ്ടത്. ഞാൻ പറഞ്ഞത് വേറെ, ഇതൊരു ഡെയിലി റൂട്ടീൻ. ആഴ്ച 6 ദിവസം മീറ്റിംഗ് ഉണ്ട്. ഇതിങ്ങനെ അപ്പം ഈ ജോലി ചെയ്തുകൊണ്ട് ചില ദിവസമൊക്കെ ഒരു തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് പപ്പ പിന്നെ ലീവ് എടുത്തങ്ങ് കിടക്കും. അന്ന് പിന്നെ രാവിലെ എഴുന്നേൽക്കത്തേയില്ല, ഒരു ഫുൾ ദിവസം കിടക്കും. ആ ഉറക്കം എത്ര എൻജോയ് ചെയ്താൽ ഉറങ്ങുന്നതെന്നറിയാം. അന്നത്തെ പകൽ മുഴുവൻ എഴുന്നേൽക്കുന്നത് കണ്ടിട്ടില്ല. വലിയ തലവേദനയൊന്നും ഉണ്ടായിട്ടല്ല, ശരീരം കൊളാപ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഒരു ദിവസം റെസ്റ്റ് എടുക്കുന്നതാണ്. റെസ്റ്റ് വേണ്ടേ മനുഷ്യന്? അപ്പം പകൽ ജോലി ചെയ്തുകൊണ്ട് വൈകിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ചെല്ലുന്ന ഭവനത്തിൽ പല വിഷയങ്ങളല്ലേ, പല ആൾക്കാർ വന്ന് സംസാരിച്ചു ഒക്കെ അവിടെ നിൽക്കണം. നമുക്ക് ആമേൻ പറഞ്ഞ് അയ്യോ ഞാൻ ടയർഡാന്ന് പറഞ്ഞൊന്നും പോരാൻ പറ്റത്തില്ല. ഒരു ദേവദാസനും അങ്ങനെ പോരാൻ പറ്റത്തില്ല. ലേറ്റായിട്ടാണ് ഞങ്ങൾ നൈറ്റിനാണ് വീട്ടിൽ കയറി വരുന്നത്. പിന്നെ ഉറങ്ങാനല്ലാതെ എന്തുവാ പറ്റുന്നത്? അപ്പം പകൽ ജോലി ചെയ്തുകൊണ്ട് വൈകിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. പക്ഷേ ആരങ്ങനെ ചെയ്തു? എഫെസോസ് ആൾക്കാരോട് പറയുമ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ 3 വർഷം അങ്ങ് ചെയ്തു. തെസ്സലോനിക്ക സഭയോട് പറയുക നിങ്ങളുടെ മധ്യത്തിലും. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് ആർക്കും ഭാരമായി തീരാതിരിപ്പാനാണ് വേല ചെയ്ത്. രാവ് പകലും വേല ചെയ്ത് അത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയും ചെയ്ത് നിങ്ങളോട് എത്ര ഡിവോട്ടഡായിട്ട്, എത്ര അടുത്ത വാക്യത്തിലും അതാ പറയുന്നത്. ആ വാക്യം വായിച്ച് നമുക്ക് നിർത്താം. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് എത്ര ഡെഡിക്കേറ്റഡായിട്ട്, എത്ര സ്തോത്രം. ഇത് ആരെങ്കിലും തന്നെ ചെക്ക് ചെയ്യാൻ വരുന്നുണ്ടോ? പ്രസ്ഥാന ഹെഡ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. തൻ്റെ മേൽ കർത്താവേ ഉള്ളൂ. ഈ ചെയ്യുന്നതിനൊക്കെ മാർക്ക് തരുന്നതോ പ്രതിഫലം തരുന്നതോ കർത്താവാന്നുള്ള ഒരൊറ്റ ബോധ്യത്തോട് ഞാൻ ചെയ്യുന്ന ജോലി, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് ഭംഗിയായിട്ട് ചെയ്യുവാനും അല്പകാലമേ ഉള്ളൂ ഈ ലോകത്തിൽ. ആ ഒരു 30 വർഷമാണ് അപ്പോസ്തലനും ശുശ്രൂഷ ചെയ്തത്. യേശുവിൻ്റെ ഒരു കാലം തൊട്ട് ഈ ഒരു AD 60-65 കാലം വരെ. ആ ഒരു 30 വർഷത്തെ ശുശ്രൂഷ അത് ജയിലിലാണെങ്കിലും അതിൻ്റെ അവസാന സമയങ്ങളാണെങ്കിലും തനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സമയം, യാത്ര ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഒരുപോലെ ഡിവോട്ടഡായിട്ട് നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തു, രാപ്പകൽ സ്തോത്രം സുവിശേഷം അറിയിച്ചു. കാരണം താൻ തന്നെ പറയുന്നുണ്ടല്ലോ, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വേല ചെയ്തു. എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട്. 10 വായിച്ചിട്ട്. യെസ്. സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്ന
താമസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചു, എങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്കൊരു ഭാരമാകാതെ സെൽഫ് സപ്പോർട്ടീവായിട്ട് നിന്ന് ജോലി ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്ത് രാപ്പകൽ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്ന 10ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അതിന് ദൈവം സാക്ഷി എന്ന് എഴുതിയിരിക്കുന്നത് ഇല്ല, നിങ്ങളും സാക്ഷി. അതിന് ഞാനീ പറയുന്നതിനൊക്കെ ഏത് പറയുന്നത് ആ 3 ക്വാളിറ്റി ഒന്ന് വായിച്ചേ. എത്ര? 10ാമത്തെ വാക്യത്തിൽ ഹൗ ഡിവോട്ടഡ്ലി, ഹൗ ജസ്റ്റ്ലി, ഹൗ ബ്ലെയിംലെസ്ലി എന്ന് എഴുതിയിരിക്കുന്നത്. ആ 3 മലയാളം വാക്കൊന്ന് വായിച്ച്. പവിത്രമായി, നീതിയായി, അനന്യമായി. ഓ, ഒരു ചാർട്ടൂടെ എടുത്തോ, ഈ 3 പദങ്ങളും എഴുതിക്കുക. നമ്മൾ താമസിക്കുന്ന ദേശത്ത് ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം? 3 ക്വാളിറ്റീസ്. ദൈവമക്കൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? സുവിശേഷം പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ജീവിതവും ഇല്ലാതെ ആരെങ്കിലോട് എന്തെങ്കിലും സുവിശേഷം ഒന്നും പറഞ്ഞാലൊന്നും കൊളീഗ്സ് ഒന്നും ക്ലാസ് അല്ല കൂട്ടുകാരൊന്നും വിശ്വസിക്കുക, അയൽവക്കക്കാരൊന്നും അത് എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, താമസിക്കുന്ന ദേശത്ത്, നമ്മുടെ കുടുംബക്കാരുടെ മധ്യത്തിൽ വലിയൊരു ഫാക്ടറാണ് കേട്ടോ. ദേശം, കുടുംബക്കാർ, സ്നേഹിതർ, അവരുടെ മധ്യത്തിൽ. സ്തോത്രം. ഞാനും ഉണ്ട് ദൈവമക്കളെ, സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ഞാനും ഉണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റൊക്കെ ചെയ്യും. പക്ഷേ ആ ഗ്രൂപ്പിലും എല്ലാവരുടെയും മധ്യത്തിലും നമ്മളൊരു സുവിശേഷകനായിട്ട് ഇന്നലെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഗ്രൂപ്പിലും എനിക്ക് കർത്താവിനെ പറ്റിയൊക്കെ കൂടുതൽ പറയുവാനിടയായത് ദൈവം അവസരം തന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, എവിടാണേലും ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് അവർക്കറിയാം, ശരിക്കും വ്യക്തമായിട്ട് അറിയാം. ആ മാറ്റം അവർ മനസ്സിലാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹൗ ഡിവോട്ടഡ്ലി, എത്ര പവിത്രമായി, വിശുദ്ധിയോടുകൂടി എത്ര പവിത്രമായി. രണ്ടാമത് ഇവിടെ എഴുതിയേക്കുന്നത് എത്ര നീതിയായി. ഒരനീതി പിശാച് നോക്കിയാൽ പോലും എന്നിൽ കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ എത്ര അനന്യമായി, ബ്ലെയിംലെസ്. ഇച്ചിരി പാടായില്ലേ? അങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ ഹല്ലേലൂയ ബിഹേവ് ചെയ്തു എന്ന്. സ്തോത്രം. അങ്ങനെ എൻ്റെ സ്വഭാവം അല്ല നിങ്ങളുടെ മധ്യത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് ദൈവം സാക്ഷി, നിങ്ങളും സാക്ഷി. ദൈവമക്കളെ, ഈ സാക്ഷിയാണ് ഇമ്പോർട്ടൻറ്റ്. ഈ വിറ്റ്നസ്, ഈ നല്ല സാക്ഷ്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഈ സാക്ഷ്യം പറയുക എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് പറയും എന്ന് വെച്ചാൽ പരസ്യത്തിനോ മറ്റുള്ളവരോടൊക്കെ പറയും ഞാനിങ്ങനായിരുന്നു അങ്ങനായിരുന്നു എന്നൊക്കെ. അതല്ല, നമ്മുടെ സഭ പറയണം, നമ്മുടെ ദേശം, അയൽവക്കക്കാർ പറയണം, കൂടുള്ളവർ പറയണം, കുടുംബക്കാർ പറയണം, ഈ ലോകം സാക്ഷ്യവും പറയണം, ദൈവം സാക്ഷ്യം പറയണം. സ്തോത്രം. അവിടെ നമുക്ക് ഞായറാഴ്ച മാത്രമല്ല ദൈവമക്കളെ, നമ്മൾ മറ്റുള്ള ദിവസങ്ങളും സമയങ്ങളും നമ്മൾ എങ്ങനെയാണ് God should be my witness. The world അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനുമുള്ള എൻ്റെ കോണ്ടാക്ട്സ്, എന്നെ അറിയാവുന്നവർ സാക്ഷ്യം പറയണം. ഈ വ്യക്തിക്ക് ഒരു മാറ്റമുണ്ട്, ഒരു വലിയ മാറ്റമുണ്ട്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ എത്രത്തോളം നമ്മളെപ്പറ്റി അയൽവക്കക്കാർ സാക്ഷ്യം പറയും, ദേശം സാക്ഷ്യം പറയുമെന്ന് നമുക്കതിനൊരു ഗ്രാഹ്യമുണ്ടല്ലോ. ആ ഒരു സാക്ഷിയിൽ നിന്ന് ഹല്ലേലൂയ ഇച്ചോടൊന്ന് വളരുവാൻ, പ്രൈസ് ലോർഡ്, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ഇവിടെ എഴുതിയിട്ടില്ലേ? ഹല്ലേലൂയ. ഹൗ ഡിവോട്ടഡ്ലി, ഹൗ ജസ്റ്റ്ലി. സ്തോത്രം. ഹൗ ബ്ലെയിംലെസ്, എത്ര പവിത്രമായി, എത്ര നീതിയായി, എത്ര അനന്യനായി. നമ്മളെത്ര ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ഈ ഏരിയകളിലൊക്കെ ഒരു പണി നടക്കുവാൻ ഈ ഒരാഴ്ച ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒത്തിരി പഠിച്ച് മുൻപോട്ട് പോകുന്നതിൻ്റെ അകത്ത് കാര്യമില്ലല്ലോ. ഈ ക്വാളിറ്റീസൊക്കെ നമ്മൾ വരണം. ഞാൻ പറഞ്ഞല്ലോ, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രസംഗം ഒത്തിരി കേൾക്കാനും എളുപ്പമാണ്. ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകണം, എന്നാലേ ദൈവം നമ്മളെ അപ്രൂവ് ചെയ്യത്തുള്ളെന്നാണ് അപ്പോസ്തലൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടെ ഓർപ്പിക്കുന്നത്. ഈ മാറ്റത്തിനായിട്ട് നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ പേരൻസിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ അവരെ പിന്നെ ഉപദേശിക്കേണ്ടൊന്നും ആവശ്യമില്ല. ദേ വിൽ ഫോളോ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവർ, ജോലി ചെയ്യുന്നവർ, താമസിക്കുന്നവരൊക്കെ ഹല്ലേലൂയ ഒരു വലിയ മാറ്റമുണ്ടാകും. പഠിക്കുന്നവരുണ്ട്, ക്യാമ്പസിലുള്ളവരുണ്ട്, കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഫ്രീലാൻസായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ഓരോ ദേശത്ത് താമസിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മളൊക്കെ ഈ കാര്യത്തിനൊരു വലിയ മാറ്റം, വളരെ ഡിവോട്ടഡായിട്ട്, വളരെ നീതിയോടുകൂടി, ഞാൻ പറഞ്ഞില്ല കുറ്റമില്ലാത്തവരായി. ഹല്ലേലൂയ. പാസ്റ്റർ അവിടെ മാർക്കിടാൻ വരത്തില്ല, പക്ഷേ നിങ്ങളുടെ ചുറ്റിനുള്ള ലോകം നിങ്ങളെപ്പറ്റി ഒരു സാക്ഷ്യം പറയണം. അത് യേശുവിനെ പോലെ, യേശുവിന് തുല്യമായി ബ്ലെയിംലെസ്സായ ഒരു സാക്ഷ്യമായി തീരട്ടെ. എത്ര മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരണം, മാറ്റത്തിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.